ഉൽപ്പത്തി പുസ്തകം അധ്യായം 2 വാക്യം 7. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാന്തരങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ ജീവനുള്ളവനായി തീർന്നു. ഭൂമിയിലെ പൂഴി കൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ മനുഷ്യൻ അവൻ്റെ അവസാനം കാലം അവൻ്റെ ആത്മാവിനെ വേർപ്പെടുമ്പോൾ ഈ ശരീരം ഓരോ മനുഷ്യരുടെയും വീണ്ടും പൂഴിയിലേക്ക് തന്നെ പോകുന്നു. എല്ലാ വിധത്തിലും മാനവരാശിയുടെ എല്ലാ തരത്തിലും ഉള്ള ഏത് ജീവിതത്തിലൂടെയാണെങ്കിലും വിശ്വാസം മറ്റ് സമൂഹങ്ങളിലൂടെയാണെങ്കിലും വിവിധ രീതികളിലും എങ്ങനെ മനുഷ്യൻ അവൻ്റെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഏത് കൂട്ടായ്മയിലൂടെ ആണെങ്കിൽ പോലും മണ്ണാകുന്ന മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകും. എന്തെന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയിലെ പൂഴി കൊണ്ടാണ്. ഈ കാലയളവിൽ ഓരോ മനുഷ്യരെയും, കത്തോലിക്ക തിരുസഭയിലുള്ള ഓരോ മക്കളെയും 100 മേനി വിളവ് നൽകിക്കൊണ്ട് ദൈവത്തിന് പ്രീതിഭാജനമായി ജീവിക്കുവാൻ കത്തോലിക്ക തിരുസഭ നമ്മെ നയിക്കുന്ന ഓർമ്മയുടെ സുദിനങ്ങളാണ് ഈ നോമ്പാചരണം. ഈ നോമ്പ് കാലഘട്ടത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കാണപ്പെടുന്ന സഹോദരരെ, കാണപ്പെടുന്ന അയൽക്കാരനെ 100 മേനി വിളവ് നൽകിക്കൊണ്ട് പൂർണ്ണ മനസ്സോടും അവരെ സ്നേഹിക്കുവാൻ, എന്തെല്ലാം തെറ്റുകളുണ്ടെങ്കിൽ പോലും ക്ഷമിക്കുവാൻ നല്ലൊരു ഹൃദയവും നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടിയാണ് ഈ ദിനങ്ങൾ നാം കടന്നു പോകേണ്ടിയിരിക്കുന്നത്. ഈ സുദിനങ്ങളിൽ നാം ഓരോരുത്തരും പ്രാർത്ഥനാ നിരതരാകുകയും ബന്ധനങ്ങളാകുന്ന പാപ സാഹചര്യങ്ങൾ യേശുനാമത്തിൽ വിടുവിക്കുവാനും നാം ഓരോരുത്തരും ശക്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും നല്ല കുമ്പസാരത്തിലൂടെയും നമുക്ക് ഓരോരുത്തർക്കും വീണ്ടെടുക്കുവാൻ, ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ നിറയുവാൻ ഈ സുദിനങ്ങളിൽ നാം പരിശീലിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സുദിനങ്ങൾ മാത്രമല്ല, ഓരോ ദിനവും ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അയൽക്കാരനെ സ്നേഹിക്കുവാൻ ഈ നോമ്പ് ആചരണ സുദിനങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം, പ്രാർത്ഥിക്കാം. ശക്തി ദൈവത്തിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് അയൽക്കാരനെ സ്നേഹിക്കുവാൻ, ദൈവത്തെ പ്രീതിപ്പെടുത്തി നല്ലൊരു മക്കളായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനകളോടെ സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ, സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഓരോ മക്കളും നിറഞ്ഞുകൊണ്ട് ഈ നോമ്പാചരണം 100 മേനി വിളവ് നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി, ദൈവ പൈതലായി വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ മക്കളെയും നിറയ്ക്കട്ടെ, ഓരോ മക്കളെയും ശക്തി സ്വീകരിക്കട്ടെ,
ഓരോ മക്കൾക്കും വീണ്ടും ജനിക്കുവാൻ പ്രാപ്തരാകട്ടെ. ദൈവാത്മാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ നിറയുവാൻ ഈ സമയം ഓരോ മക്കളെയും ശക്തിപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ, നയിക്കട്ടെ എന്ന പ്രാർത്ഥനകളോടെ നമുക്ക് നല്ല ഒരു സുദിനങ്ങൾ, നമുക്ക് മുന്നിലുള്ള ഓരോ സുദിനങ്ങളും ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.